വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഈ പ്രോഡക്റ്റ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ കൊണ്ടും കഴിപ്പിക്കുക. വേണമെങ്കിൽ അയൽവാസികൾക്കും കൊടുത്ത് അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്താം. അതിനുശേഷം നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുക. 100% വിജയിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് കേരള മാർക്കറ്റിൽ റെയർ ആണെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും അത്ര കണ്ട് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. അതുകൂടാതെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എമർജിങ് മാർക്കറ്റാണ് ഇതിനു വേണ്ടി മുന്നിൽ തുറന്നു കിടക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്താൽ നന്നായിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. നിങ്ങളുടെ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം വിറ്റാൽ പോലും നിങ്ങൾക്ക് ഒരു മാസം ഒരു 10-30,000 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. അല്പം കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നും അതുതന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ ഈ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ ചുറ്റളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പ്രോഡക്റ്റിലേക്ക് കിടക്കാം. ഇതാണ് ആഗ്ര പേഠ. പേട എന്ന് എല്ലാവരും പറയുമെങ്കിലും അത് പേഠയാണ്. ആ ഒരു ക്രിസ്റ്റൽ പരുവത്തിലിരിക്കുന്ന ഒരു സാധനം സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്. ആ പ്രോഡക്റ്റാണ് ആഗ്ര പേഠ. ഞാൻ നേരത്തെയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. ഇതെങ്ങനെ ഉണ്ടാക്കാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എന്താണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ, എത്ര ദിവസമായിരിക്കും ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ലാഭവശങ്ങളും ഇവിടെ മുമ്പോട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നല്ല കുമ്പളങ്ങ വേണം. നമ്മൾ 1 കിലോ കുമ്പളങ്ങയുടെ പ്രിപ്പറേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1 കിലോയുള്ള കുമ്പളങ്ങ എടുത്ത് നന്നായിട്ട് ചെത്തിയതിന് ശേഷം അതിനകത്തെ കുരുവും കാര്യങ്ങളും എല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. സ്ക്രീനിൽ കണ്ടു നിങ്ങൾ കഷ്ണങ്ങളുടെ ഒരു വലിപ്പം. ആ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു 6 മണിക്കൂറോളം ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിൽ ഇതിട്ട് വെക്കണം. ഈ കുമ്പളങ്ങയ്ക്ക് ഒരു കട്ടുണ്ട്. അത് പോയിട്ട് കുമ്പളങ്ങ കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തണുത്ത പച്ചവെള്ളത്തിൽ കഴുകി അത് വെള്ളം തോരാനായിട്ട് വെക്കുക. ഇൻ ബിറ്റ്വീൻ നമ്മൾ 1 കിലോ പഞ്ചസാരയാണ് നമുക്ക് ഈ 1 കിലോ കുമ്പളങ്ങ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നത്. 1 കിലോ പഞ്ചസാര എടുക്കുക. അതിൽ നിന്ന് ഹാഫ് ആക്കി 1/2 കിലോ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തിളയ്ക്കാൻ വെക്കുക. ഈ തിളയ്ക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ കുമ്പളങ്ങ എടുത്ത് അതിലേക്ക് ഇടുക. ഈ പഞ്ചസാര ലായനിയിൽ കിടന്ന് തന്നെ ഇത് തിളയ്ക്കട്ടെ, വേകട്ടെ. വെന്തതിന് ശേഷം പതുക്കെ അത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന 1/2 കിലോ പഞ്ചസാരയുടെ ലായനി എടുത്ത് പാനി ഉണ്ടാക്കണം. പഞ്ചസാര പാനി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. അതായത് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ച് അത് ഒരു ഒട്ടുന്ന പരുവത്തിലാക്കുന്നതിനാണ് പാനി അല്ലെങ്കിൽ പാവ് കാച്ചുക എന്ന് പറയും. പലയിടത്തും പല രീതിയാണ് പറയുന്നത്. അതിലേക്ക് ഈ വെന്ത കുമ്പളങ്ങയുടെ പീസ് ഇടുക. ഇട്ടിട്ട് ഉടഞ്ഞു പോകാതെ വേണം ഇളക്കുവാനായിട്ട്. അല്പം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഈ പഞ്ചസാര മുഴുവൻ അതിൽ പിടിക്കും. ദെൻ അടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റി അത് ആറാൻ വെക്കുക, തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പാക്ക് ചെയ്യാം. കിലോ കണക്കിന് പാക്ക് ചെയ്യാം, ചെറിയ പാക്കറ്റുകളാക്കാം, എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സാധാരണ അറ്റ്മോസ്ഫിയറിൽ 7 ദിവസമാണ്. 2 ആഴ്ച വരെ ഇരിക്കും. പക്ഷെ നമ്മളുടെ പ്രിപ്പറേഷൻ കൃത്യമാണെങ്കിൽ മാത്രമേ ആ ടൈമിൽ ഇരിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇനി റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജ് അതുപോലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ ലൈഫ് ഉണ്ട് ഇതിന്. ഓക്കെ, ഇനി നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ ആണ് ഇത് വെക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. എങ്കിലും നമുക്കൊരു 2 ആഴ്ചത്തെ ടൈമേ ഇതിന് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സാധനം വിറ്റുപോയിരിക്കണം. അതാണ് ആഗ്ര പേഠ. കൃത്യമായിട്ടുള്ള സാധനം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുക. അവരും നല്ലതാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പൊടിക്കൈ കൂടെ പറയാം. അല്പം ഏലക്ക നന്നായിട്ട് നന്നായിട്ട് നല്ല വൃത്തിക്ക് പൊടിക്കണം. പൊടിച്ചതിന് ശേഷം ഈ ആദ്യത്തെ വെള്ളത്തിൽ, അതായത് പഞ്ചസാര കലക്കി നമ്മൾ ഇത് വേകാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ ആഗ്ര പേഠയ്ക്ക് ഒരു പ്രത്യേക അരോമ അല്ലെങ്കിൽ പ്രത്യേക ഒരു മണം കൂടെ ലഭിക്കും. ആ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസവും വരും. നമുക്ക് ആ ഏലക്കയുടെ രുചിയോടുകൂടി ഇത് കഴിക്കാൻ പറ്റും. ഒരു വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളുടെ ബേക്കറികളിലാണ് വിൽക്കപ്പെടുന്നത്. ബേക്കറികളിൽ നിങ്ങൾക്ക് ധാരാളം കൊണ്ടു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബേക്കറികളിൽ ആദ്യം ഓരോ പീസ് സാമ്പിളായിട്ട് കൊടുക്കുക. അവർ കഴിച്ചു നോക്കട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഓർഡർ തരും. എങ്ങനെ പോയാലും 30 മുതൽ 40% വരെ ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. കൃത്യമായിട്ട് ഉണ്ടാക്കണം, കൃത്യമായിട്ട് ഡെലിവർ ചെയ്യണം എന്ന് മാത്രം. ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെടാൻ പാടുള്ളതല്ല. കൂടാതെ നമ്മളുടെ ചുറ്റുപാടും നല്ല ഹൈജീനിക് ആയിരിക്കണം. നിങ്ങൾക്ക് സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, ഹെൽത്ത് കാർഡുകൾ വേണ്ടി വരും. ഇതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ വൈഫും ഹസ്ബൻഡും കൂടെ ഇത് പ്രിപ്പയർ ചെയ്യട്ടെ, ഹസ്ബൻഡ് ഇത് മാർക്കറ്റ് ചെയ്യട്ടെ. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.